ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമുക്ക് ചെറുപയർ മുളപ്പിക്കുന്നത് എങ്ങനെയാണെന്നും അതുകൊണ്ട് നല്ലൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സാലഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് ചെറുപയർ എടുത്തിട്ട് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. ഒരു 8 മണിക്കൂർ മിനിമം വെക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇത് രാത്രി വെച്ചത്, അപ്പോൾ ഓവർനൈറ്റ് ആകുമ്പോൾ നന്നായിട്ട് കുതിർന്ന് കിട്ടും. അപ്പോൾ മിനിമം 8 മണിക്കൂറെങ്കിലും വെക്കാൻ ശ്രദ്ധിക്കുക. നന്നായിട്ട് കുതിർന്ന് കിട്ടണം. എന്നിട്ട് അത് വെള്ളമൊക്കെ ഊറ്റി കളയുക. കഴുകിയതിൻ്റെ ശേഷം കുതിരാൻ വേണ്ടിയിട്ട് ഇട്ടാൽ മതി. എന്നിട്ട് ഇപ്പോൾ അതാ കുതിർന്ന് വന്നതിൻ്റെ ശേഷം ആ വെള്ളമൊക്കെ ഞാൻ ഊറ്റി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇത് മുളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലൊരു കോട്ടൺ ടവൽ എടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് നനയ്ക്കുക. വെറ്റായിട്ടുള്ള ടവലാണ് കേട്ടോ, അത് നനഞ്ഞതാണ്. ഉണങ്ങിയ ടവലിൽ ചെയ്യരുത്. എന്നിട്ട് ഈ ചെറുപയർ കുതിർത്തിയത് ഇതിലേക്ക് ഇടുക. ഇനി ഇത് വീഡിയോയിൽ കാണുന്ന പോലെ കെട്ടിവെക്കുക. അപ്പോൾ എത്രയേ വേണ്ടൂ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ടവൽ ഡ്രൈ ആവാൻ പാടില്ല, ഉണങ്ങാൻ പാടില്ല കേട്ടോ. എങ്ങാനും ഈ ടവൽ ഉണങ്ങുകയാണ് അല്ലെങ്കിൽ ഡ്രൈ ആവുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുക. പ്രത്യേകിച്ച് സമ്മറിലൊക്കെ പെട്ടെന്ന് ഈ ടവൽ ഡ്രൈ ആവും. അപ്പോൾ അതേപോലെ ടവൽ എടുക്കുന്നത് നല്ല കോട്ടൺ ടവൽ തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലൊരു പാത്രത്തിൽ വെച്ചിട്ട് കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുത്താൽ മതി. വെള്ളം ഒഴിക്കരുത്. 1-2 പ്രാവശ്യം ചെയ്താൽ മതി, എപ്പോഴും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഇത് കുറച്ചിങ്ങനെ വാമായിട്ടുള്ള സ്ഥലത്ത് വയ്ക്കുക. അതായത് തണുപ്പ് അധികം ഇല്ലാത്ത സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മുള വരും. വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് മുളയ്ക്കും. തണുപ്പ് കാലമാണെങ്കിൽ കുറച്ച് സമയമെടുക്കും. ഇപ്പം നല്ല ചൂടുകാലമൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതേപോലെ കുതിർത്തിയിട്ട് അതിലത്തെ ആ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞതിൻ്റെ ശേഷം ഒരു പാത്രത്തിൽ ഇതേപോലെ വെക്കുകയാണെങ്കിൽ, അതായത് നമുക്ക് തുണിയൊന്നും ഉപയോഗിക്കേണ്ട, വെറുതെ വെച്ച് കഴിഞ്ഞാൽ തന്നെ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നന്നായിട്ട് മുള വന്നിട്ടുണ്ടായിരിക്കും. നല്ല ചൂടുകാലത്തൊക്കെ ഇങ്ങനെ തുണിയിൽ വെക്കേണ്ട ആവശ്യം പോലും ഇല്ല, അല്ലാതെ തന്നെ മുള വരും. ഇനി ഇത് പിറ്റേ ദിവസം എടുത്ത് നോക്കാം. കണ്ടില്ലേ, നന്നായിട്ട് മുള പൊട്ടി വന്നിട്ടുണ്ട്. ഇത് തണുപ്പ് കാലമാണെങ്കിൽ കുറച്ച് കൂടുതൽ സമയം എടുക്കും കേട്ടോ. ചിലപ്പോൾ ഒരു 1.5 ദിവസമൊക്കെ എടുത്തുനിന്ന് വരും. വേനൽക്കാലം ആകുമ്പോൾ പെട്ടെന്ന് പിറ്റേ ദിവസം, തലേ ദിവസം വെച്ചാൽ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നന്നായിട്ട് മുള പൊട്ടും. അപ്പം നിങ്ങൾ നോക്കുമ്പോൾ മുള അധികം പൊട്ടിയിട്ടില്ലെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ നേരം ഒന്ന് കെട്ടിയിട്ട് വീണ്ടും കെട്ടിയിട്ട് ഒന്ന് വെള്ളം തളിച്ചിട്ട് വെച്ചാൽ മതി. കണ്ടില്ലേ, നന്നായിട്ട് മുള പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറികൾ ഉണ്ടാക്കാം. അതുപോലെ തന്നെ സാലഡിന് ഉപയോഗിക്കാം. ചെറുപയർ ദോശ ഉണ്ടാക്കാൻ എടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റുള്ള വിഭവങ്ങൾ ഇതുകൊണ്ട് ഉണ്ടാക്കാം. പ്രോട്ടീൻ റിച്ചാണ്. അപ്പോൾ ഇതുകൊണ്ടുണ്ടാക്കുന്ന കറി ഞാൻ പിന്നീട് വേറൊരു വീഡിയോയിൽ ചെയ്യാം. ഇപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് സാലഡാണ്. അപ്പോൾ ഇത് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ പച്ചയ്ക്ക് കഴിക്കുന്നവരും ഉണ്ട് കേട്ടോ. ഇതിൽ ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടിട്ട് ഇതേപോലെ അങ്ങനെ കഴിക്കുന്നവരുണ്ട്. പക്ഷേ ഇത് ചിലർക്കൊക്കെ ഇത് കഴിക്കുമ്പോൾ ഇങ്ങനെ പച്ചയ്ക്ക് കഴിക്കുമ്പോൾ ഗ്യാസ്ട്രിക് പ്രോബ്ലംസൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണം ഞാനിത് വേവിച്ചിട്ടാണ് കാണിക്കുന്നത്. പച്ചയ്ക്ക് കഴിക്കേണ്ടവർക്ക് അങ്ങനെയും കഴിക്കാം കേട്ടോ. അപ്പോൾ അത് ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ അതൊന്ന് പകുതി എടുത്തിട്ടാണ് ഇപ്പോൾ ചെയ്ത് കാണിക്കുന്നത്. ഇപ്പോൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ചെറുപയർ ഇടുക. എന്നിട്ടൊരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കുക. അതിൽ വെള്ളം അധികം ഒഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ വെള്ളം ബാക്കി വന്നാൽ കളയുന്നതിനേക്കാൾ നല്ലത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുകയാണ്. അപ്പോൾ വേവാൻ ആവശ്യമായിട്ടുള്ള കറക്റ്റ് വെള്ളം മാത്രം ഒഴിക്കുക കേട്ടോ. ഒരു 3-4 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വിസിൽ കഴിഞ്ഞാൽ ഓഫ് ചെയ്യണം. ഇത് വേവിക്കുമ്പോൾ 2 തരത്തിൽ വേവിച്ചെടുക്കാം. ആദ്യം ഞാൻ കാണിച്ച പോലെ കുക്കറിൽ വേവിച്ചെടുക്കാം. അല്ലെങ്കിൽ ഇതേപോലെ സ്റ്റീമറിൻ്റെ തട്ടിൽ വെച്ചിട്ട് നന്നായിട്ട് സ്റ്റീം ചെയ്തെടുത്താൽ മതി. ഒരു 5-6 മിനിറ്റ് നന്നായിട്ട് സ്റ്റീം ചെയ്ത് എടുത്താലും മതി കേട്ടോ. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. പ്രഷർ പോയി കഴിഞ്ഞാൽ ഇത് തുറക്കാം. വേണ്ടില്ലേ, 2 വിസിലിന് ഇത് പാകത്തിനേ വേവുള്ളൂ. വെന്തിങ്ങനെ ഉടഞ്ഞു പോവരുത്. ഇങ്ങനെ ഇത് വെന്ത് കഴിഞ്ഞാൽ ബാക്കി വെള്ളമൊന്നും ഇതിലുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ വേവിച്ചെടുക്കണം. ഇനി ഞാനിത് 2 രീതിയിൽ ഉണ്ടാക്കി കാണിക്കുകയാണ്. അപ്പോൾ ആദ്യം വഴറ്റിയിട്ട് ഒന്ന് ഉണ്ടാക്കി കാണിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കഷ്ണം ബട്ടർ ഇങ്ങനെ ഒന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സവാള അരിഞ്ഞത് ചേർക്കുക. പിന്നെ കുറച്ച് പച്ചമുളക്, അത് എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർക്കുക കേട്ടോ. അതും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റാം. അപ്പോൾ ഈ സവാള വഴറ്റുമ്പോൾ ഇത് കുറേ ഇങ്ങനെ ബ്രൗൺ കളറൊന്നും ആക്കണ്ട, ഗോൾഡൻ കളറൊന്നും ആവണ്ട. ഇതൊന്ന് സോഫ്റ്റായി വന്നാൽ മതി. കുറേ നേരം വഴറ്റരുത്. ഇതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഇല്ലേ, അതൊന്ന് പോയാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ തക്കാളിയാണ് ചേർക്കുന്നത്. തക്കാളിയൊക്കെ നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് തക്കാളിയും സവാളയൊക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുന്നു. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. തക്കാളി വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വഴറ്റാം. ഇനി ഈ വഴറ്റിയത് ഒരു ബൗളിലോട്ട് മാറ്റാം.
അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളപ്പിച്ച വേവിച്ച ചെറുപയർ കുറച്ച് ചേർത്തിട്ട് മിക്സ് ചെയ്യുക. അത് നമുക്ക് എത്ര വേണ്ടതെങ്കിലും അതിനനുസരിച്ച് ചേർക്കാം കേട്ടോ. 3-4 ടേബിൾ സ്പൂൺ ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കാം. കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ അതിൽ ചേർത്തിട്ട് മിക്സ് ചെയ്യാം. പിന്നെ കുക്കുംബർ ഇല്ലേ, സാലഡ് വെള്ളരി പറയില്ലേ, അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിൽ ചേർക്കണം. അത് വഴറ്റരുത് കേട്ടോ, അത് പച്ചയ്ക്ക് തന്നെ ചേർക്കണം. പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീര് കൂടി ചേർക്കുകയാണ്. ചെറുനാരങ്ങ നീര് ചേർക്കുന്നത് ടേസ്റ്റിനും വേണ്ടി മാത്രമല്ല, ഇതിൻ്റെ ആ ന്യൂട്രിയൻസൊക്കെ നമുക്ക് നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യണമെങ്കിൽ കുറച്ച് ചെറുനാരങ്ങ നീര് ചേർക്കണം. പ്രത്യേകിച്ച് അയേണൊക്കെ അബ്സോർപ്ഷന് വേണ്ടിയിട്ട് നമ്മൾ ചെറുനാരങ്ങ നീര് ചേർക്കുന്നത് വളരെ നല്ലതാണ്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കുക. ഇപ്പോൾ ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ വഴറ്റിയിട്ടുള്ള സാലഡ് റെഡിയായി. ഇനി വെജിറ്റബിൾസ് വഴറ്റാതുള്ള സാലഡാണ്. അതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള ആ വേവിച്ച ചെറുപയർ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാള, അതുപോലെ തന്നെ പച്ചമുളക്, മല്ലിയില, തക്കാളി ഇതെല്ലാം ചേർത്തിട്ട് മിക്സ് ചെയ്യുക. ഇതിനങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നും നോക്കണ്ട. നമുക്കിഷ്ടമുള്ള അത്ര ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ ചേർക്കാവുന്നതാണ്. ഞാൻ പൊതുവേ ഇങ്ങനെ അധികം വഴറ്റിയിട്ടല്ല ഇങ്ങനെ ചേർക്കാറ്. അധികം സവാളയൊക്കെ ഇങ്ങനെ പച്ചക്കാണ് ചേർക്കാറ്. പക്ഷേ പലർക്കും ഈ സവാള പച്ചക്ക് ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു മണം ഒന്നും അത്ര ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ പിന്നെ വഴറ്റിയിട്ടുണ്ടാക്കാം. ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് ചേർത്തിട്ടുണ്ട്, കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതിലും ഞാൻ ആദ്യം പറഞ്ഞ പോലെ സാലഡ് വെള്ളരി, അതായത് കുക്കുംബർ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്താൽ നല്ല ടേസ്റ്റുമാണ്, നല്ല പോഷക സമൃദ്ധമായി. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ അവസാനം കുറച്ച് ചാട്ട് മസാലയാണ് ചേർക്കുന്നത്. അപ്പോൾ ചാട്ട് മസാല ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഒരു ലേശം ചാട്ട് മസാല കൂടി ഞാൻ ഇതിൽ സ്പ്രിങ്കിൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ല മുളപ്പിച്ച ചെറുപയർ സാലഡ് റെഡിയായി. നല്ല പ്രോട്ടീൻ റിച്ചാണ്, നല്ല ടേസ്റ്റുമാണത്. ഇതിപ്പോൾ ഒരു നേരത്തെ ഫുഡിന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് ഇത് കഴിക്കാൻ പറ്റും. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള സാലഡ് ഇതാ റെഡിയായി. ഇനി ഇതന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ച് പനീരൊക്കെ വറുത്തിട്ട് കുറച്ച് ബട്ടറിലോ അല്ലെങ്കിൽ നെയ്യിലോ വെളിച്ചെണ്ണയിലോ ഒക്കെ ഒന്ന് വറുത്തിട്ട് ഇതിൽ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല കൂടുതൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സാലഡ് റെഡി ആയിരിക്കുന്നു. അപ്പോൾ ഇതാ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക്